ഹലോ, നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 4 ഡേ 3യുടെ വിശേഷങ്ങൾ. അപ്പോൾ ഫസ്റ്റ് നവീൻ ഒരു നല്ല പ്ലെയറാണ് കേട്ടോ. നവീൻ തകർത്ത് വരുന്നുണ്ട്. പക്ഷേ നവീൻ കുറച്ച് ഫണ്ണി ടൈപ്പാണ്. ഫണ്ണി ടൈപ്പ് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും നവീൻ എന്ന് വിചാരിക്കുന്നു. എൻ്റർടൈനറും ആയിരിക്കും. എന്ന് വെച്ചാൽ ആര്യൻ്റെ ബാൻഡ് നവീൻ നല്ല അടിപൊളിയായിട്ട് അടിച്ചു മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം നവീൻ്റെ വിഷമം മൊത്തം നവീന് ഡ്രസ്സ് കിട്ടുന്നില്ല. ഞാൻ ഫാഷൻ കൊറിയോഗ്രാഫറാണ്. എനിക്ക് നന്നായിട്ട് ഒരുങ്ങി നടക്കണം. നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പുള്ളി അതിന് വേണ്ടിയിട്ട് മാക്സിമം പുള്ളി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്ക് സ്ക്രീൻ സ്പേസ് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുമുണ്ട്. കാരണം പുള്ളി എവിടെയെല്ലാം ഓരോ പരിപാടികൾ ഒപ്പിച്ച് നടക്കുന്നതൊക്കെ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. പുള്ളി ചെയ്യുന്നതൊന്നും ആരും അറിയുന്നുമില്ല. പുള്ളി നല്ല നൈസായിട്ട് പണി ഒപ്പിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ അനുവും ശരത്തും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം അനു കൃത്യമായിട്ട് പറയുന്നുണ്ട് ശരത്തിനോട്, ഇവിടെ ആരും മര്യാദയ്ക്ക് ഗെയിം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എല്ലാവരും പാഷാണത്തിൽ കൃമിയാണ്. നിങ്ങളുൾപ്പെടെ എല്ലാവരും പാഷാണത്തിൽ കൃമികളാണ്. അതുപോലെ ഇപ്പോൾ തന്നെ ഒരു 4 എപ്പിസോഡെങ്കിലും പോയിട്ടുണ്ട്. ആ എപ്പിസോഡ് മൊത്തം അനീഷായിരിക്കും. കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനു നന്നായിട്ട് ഇതുവരെ അനു നന്നായിട്ട് ഗെയിം ഒബ്സർവ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നന്നായിട്ട് അനു മനസ്സിലാക്കുന്നുണ്ട്. അനീഷ് തന്നെയാണ് ഗെയിം മുന്നോട്ട് കണ്ടൻറ്റ് പോകുന്നത് അനീഷ് തന്നെയാണ്. പുള്ളി ചുറ്റിപ്പറ്റിയുള്ള കണ്ടൻറ്റാണ് പോകുന്നതെന്നും അനു കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നുമില്ല. ശരത്തൊക്കെ വെറുതെ വന്ന് കുറേ അഗ്രസീവ്നെസ് കാണിക്കുന്നതേ ഉള്ളൂ. കുറേ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നു. അനു പറയുമ്പോൾ ഓ പിന്നെ പിന്നെ എന്നുള്ളത്, അതായത് മറ്റുള്ളവരെ ഒരു താഴ്ത്തി അവരെ വലിയ ബുദ്ധിശാലികൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ശരത്ത് ആ ഒരു ടീം പോകുന്നത് തന്നെ. അവരൊരു ഗ്രൂപ്പിസം കളിക്കുന്നുണ്ട്. അതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അത് തലേദിവസം നമ്മുടെ ജെസയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഗ്രൂപ്പിസം കളിക്കുകയാണ്. ഗ്രൂപ്പിസം അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതല്ല, നിങ്ങൾ വേറെ എന്താ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ എല്ലാവരെയും കൂടെ ടാർഗറ്റ് ചെയ്യുന്നു. അനീഷിൻ്റെ പുറകെ നടക്കുന്നു. അല്ല, നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്, ഗ്രൂപ്പായിട്ട് അനീഷിനെ ഇതാക്കുന്നു. അതേപോലെ തന്നെ അനുവിനെ കരയിപ്പിക്കുന്നു. ഇതൊക്കെയല്ല, നിങ്ങൾക്ക് വേറെ എന്താ ഉള്ളത്, അടുത്ത നിങ്ങൾ എൻ്റെ പുറകെ വരുന്നു, അതൊക്കെയുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ ജസീൽ കഴിഞ്ഞ ദിവസം അവരോടൊക്കെ പറയുകയും ചെയ്തു. ശരത്തിനോടും ഷാനവാസിനോടൊക്കെ പറയുന്നുണ്ട്. അത് വീണ്ടും ഇതൊക്കെ തന്നെ ഗെയിം മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം. മനസ്സിലാക്കി ചെയ്താൽ, അതായത് ഗെയിം അവരവിടെ നിന്ന് ഗെയിം എന്താ പോകുന്നതെന്നും കൂടെ മനസ്സിലാക്കി കൂടെ കളിച്ചാലല്ലേ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഗെയിം കാണാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലാക്കാതെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞ് അഗ്രസീവ്നെസ് കാണിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെയാണ് കൂടുതലും അവിടെ നടക്കുന്നത്. പിന്നെ ഇപ്പോൾ രാവിലെ മോർണിംഗ് ടാസ്ക് ഉണ്ട്, നിക്ക് നെയിം. അതൊരു വലിയ ഇഷ്യൂ ആയിട്ടുണ്ട്. വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അക്ബർ അത് ചെയ്യാൻ പാടില്ല. അക്ബർ ഒരിക്കലും അങ്ങനെ ഒരാളെ പറ്റി അങ്ങനെ സംസാരിക്കാൻ പാടില്ല. രേണുവിൻ്റെ പുറത്തുള്ള ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് അറിഞ്ഞിട്ടായിരിക്കും അക്ബർ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അങ്ങനെയല്ല, ഒരു മനുഷ്യനെ അങ്ങനെ ഒരു രീതിയിലും ട്രീറ്റ് ചെയ്യാൻ പാടില്ല ആരും തന്നെ. അക്ബർ പറഞ്ഞത് അത് നിക്ക് നെയിം കൊടുക്കാനായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവർക്കും ഓരോ നിക്ക് നെയിമുകൾ കൊടുക്കുക. അതിലേറ്റവും കൂടുതൽ പേര് കിട്ടിയവർ ആ പേര് ആണ് അവർക്ക് യൂസ് ചെയ്യുക. അതായത് ആ പേര് ആണ് അവരിനി അറിയപ്പെടാൻ പോവുക. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അവർക്കിഷ്ടമുള്ള ആൾക്കാരെ എല്ലാവരും പറയുന്നുണ്ട്. ശരത്ത് വന്നിട്ട് ആര്യനെ ചിരിക്കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അനീഷിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമില്ല എന്നുള്ള പേരിൽ തിരഞ്ഞെടുത്ത അനീഷിനെയാണ്. ഇവർ ഗെയിം പിന്നെയും മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ? അനു വരെ പറഞ്ഞു, ഒരാളുടെ പുറകെ തന്നെയാണ് എല്ലാവരും നടക്കുന്നത്. അത് വിട്ടുപിടിക്കുക. അനീഷിനെ ഇനി വേണ്ട. എല്ലാവരും ഒട്ടുമിക്ക അനീഷിന് ആണ് ഇഷ്ടമില്ലാത്ത ആൾ അനീഷാണ്. അനീഷ് അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇപ്പോഴും ഗെയിം മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ കഷ്ടം തോന്നും. സീസൺ 7 ആണ്. സീസൺ 7 ആയിട്ടും ഗെയിം മനസ്സിലാവുന്നില്ല എന്നറിയുമ്പോൾ മനസ്സിലാവുന്നില്ല. നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവരോടെല്ലാം ഒരു ദേഷ്യമാണ് തോന്നുന്നത്. അത് അനീഷിൻ്റെ വിജയം. അല്ലാതെ എന്ത് പറയാനാ. പിന്നെ രഞ്ജിത്ത് വന്നിട്ട് ആദില നൂറേനെ പൂമ്പാറ്റകളായിട്ട് പറയുന്നു. റെനേനെ ഇഷ്ടമില്ല. റെന ഒരു ബല്ലുവാണ് അത് റെനയുമായിട്ട് ഒരു ഏജിൻ്റെ സംസാരം ഉണ്ടായതുകൊണ്ട് ഏറ്റവും ചെറിയ അവർക്ക് ആ ഒരു പുള്ളിക്ക് താല്പര്യക്കുറവ് വന്നിട്ടുണ്ട്. ഒരു ഇഷ്ടമില്ലായ്മ വന്നിട്ടുണ്ട്. അതാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ ബിന്നി വന്നിട്ട് ഇഷ്ടമുള്ളത് സരികേനെ മാധുരി എന്നൊക്കെ തോന്നുന്നു. അനീഷ് ഒരു ചൊറിയൻ പുഴുവാണെന്ന് പറയുന്നു. പിന്നെ അവരും അനീഷിനെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് ഇഷ്ടമില്ലാതെ. പിന്നെ വിൻസി വന്നിട്ട് അനു പാവക്കുട്ടിയാണ്, അനുവിന് ഇഷ്ടമായി. അനീഷിനെ ഫേക്കാണ്, ഫേക്ക് കൂട്ടൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. നവീൻ വന്നിട്ട് അനു ക്യൂട്ടി പയ്യാണെന്ന് പറയുന്നു. അനീഷ് വെരിഗുണ്ണി എന്നൊക്കെ പറയുന്നു. വീണ്ടും അനീഷ്. അനീഷിൻ്റെ പേര് മാത്രമാണ് ഇവിടെ ഇങ്ങനെ
മുഴങ്ങി കേൾക്കുന്നത്. ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും. അതിനുശേഷം വരുന്നത് റെനയാണ്. റെന വന്നിട്ട് ജസീലയാണ് പറയുന്നത്. ജസീല ഗുഡ് ലിസണറാന്ന് പറയുന്നു. അവരെ ഇഷ്ടമാണെന്ന് പറയുന്നു. ഒനീലിനെ ഇഷ്ടമല്ല. അടുക്കളക്കൂട്ടൻ എന്നുള്ള കറക്റ്റ് പോയിന്റിലേക്ക് റെന പറയുന്നുണ്ട്. കാരണം ഒനീൽ അടുക്കളയിലേക്ക് ഒതുങ്ങി പോകുന്നു. റെനീലിൻ്റെ വലിയ ഒരു ഒനീലിൻ്റെ വലിയൊരു ഒരു ഇത് അവിടെ കാണുന്നില്ല. ഒനീൽ ഇടപെട്ട് അങ്ങനെ കാണുന്നില്ല. ഒനീൽ ആ കിച്ചണിൽ കിടന്നുള്ള ഒരു ഇത് മാത്രമേ ഒനീലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ആര്യൻ. ആര്യൻ പറയുന്നത് അപ്പാനിയാണ്. അപ്പാനി ഒരു അപ്പുകുട്ടനായിട്ട് തോന്നുന്നു. ആര്യൻ അപ്പോൾ അത്രയും നല്ല മനുഷ്യനാണ് എന്നൊക്കെയുള്ള രീതിയിൽ. പിന്നെ മുൻഷിനെയാണ് ഇഷ്ടമില്ലാത്തത്. മൂഷിനി എന്നുള്ള രീതിയിൽ പേരിടുന്നു. ഒനീലിന് ഇഷ്ടപ്പെട്ടത് റെനയാണ്. അത് റെനയ്ക്ക് നേരെ റെന ഈ ഒനീലിന് ഇഷ്ടം പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞത് തന്നെയാണ്. അതായത് റെന ഒരു കുട്ടിയാണ്. ഒരു സെർലാക്കാണ്. അപ്പോൾ ആ കുട്ടിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ള രീതിയിൽ. അവരുടെ ഒപ്പം വന്ന ഒരു കോമ്പറ്റീറ്റർ തന്നെയാണ് റെന. അവർ ആ രീതിയിൽ കാണുന്നില്ല. റെനേനെ കുട്ടിയായിട്ട് കാണുന്നു എന്നുള്ള രീതിയിൽ. ഇഷ്ടമില്ലാത്ത വ്യക്തി അനീഷ്. അങ്ങനെ തന്നെ. അതിനുശേഷം അക്ബറാണ്. അക്ബർ വന്നിട്ട് ഒനീലിന് മിസ്റ്റർ പെർഫെക്റ്റ് ആണ്. ഒനീലിനെയാണ് ഇഷ്ടമെന്ന് പറയുന്നു. അപ്പോഴാണ് റേണുവിൻ്റെ ഗെയിം റേണുവിന് ഇഷ്ടമില്ല. റേണുവിൻ്റെ ഗെയിമാണോ ഉദ്ദേശിച്ചത് എന്തോ. റേണുവിനെ ഒരു സെപ്റ്റിക് ടാങ്കായിട്ടാണ് പറയുന്നത്. അതൊരിക്കലും ഒരു മനുഷ്യരോടും പറയാൻ പാടില്ല. അക്ബർ എന്നല്ല ആരായാലും ഒരു മനുഷ്യനെയും സെപ്റ്റിക് ടാങ്ക് ഓരോ മനുഷ്യർക്കും അവരുടേതായ നിലയും വിലയുമുണ്ട്. അതിനെ അവരുടെ ഗെയിമിനെ അവർക്കെന്തും പറയാം. എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഗെയിം കൊള്ളില്ല എന്നുള്ള രീതിയിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രമേ പെർസ്പെക്റ്റീവ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഒരു റെയിൻ ആം, വ്യക്തിപരമായിട്ട് ഒരാളെയും ആക്ഷേപിക്കാൻ പാടില്ല. അത് അക്ബർ ചെയ്തത് വളരെ തെറ്റാണ്. ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പിന്നെ അബീനെ ഇഷ്ടപ്പെട്ടത് ഒനീലാണ്. ഒനീൽ മച്ചാൻ എന്നുള്ള രീതിയിൽ. രഞ്ജിത്ത് ഇരുതല്ല മൂരിയ എന്ന് പറയുന്നത്. രഞ്ജിത്തിന് ഇഷ്ടമില്ല. ശൈത്യ പറയാം അനുമോളിനെയാണ് ഇഷ്ടം. അനുമോൾ പിങ്കി മോളായിട്ടാണ് തോന്നുന്നത്. അനീഷിന് ടിൻറ്റുമോനായിട്ട് വരുന്നു. അനീഷ് ടിൻറ്റുമോൻ. വീണ്ടും അനീഷിൻ്റെ പേര് തന്നെയാണ് എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. അതേപോലെ സരിക, ആദില നൂർ അവർ ബ്ലൂ ലഗൂൺസ് ആണെന്നാണ് ഷാരിക പറയുന്നത്. പിന്നെ അനീഷിനെ ഇഷ്ടമില്ല. അട്ടർ വെസ്റ്റ് എന്ന് പറയുന്നു. അതേപോലെ രേണു വന്നിട്ട് ആദില നൂറ, മിട്ടു മിന്നു എന്നൊക്കെ പറഞ്ഞവരെയാണ് സെലക്ട് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടത്. ഇഷ്ടമില്ലാത്തൊരു വ്യക്തി എന്നെ പറഞ്ഞതുകൊണ്ടല്ല, മറ്റുള്ളവരുടെ പുറകെ നടന്ന് ഇങ്ങനെ വേട്ട എന്താ പറയുക, അവരിങ്ങനെ പുറകെ തന്നെ നടന്ന് എല്ലാവരെയും ഇത് ചെയ്യുന്നു. അതുകൊണ്ട് അക്ബർ വേട്ടപ്പെട്ടി എന്നുള്ള രീതിയിൽ ആണ് നമ്മുടെ റെയ്നു പറയുന്നത്. അതുപോലെ തന്നെ സരിക വന്നിട്ട് സരികയ്ക്ക് ഇഷ്ടം രഞ്ജിത്ത് ആക്റ്റീവാണ് മുൻഷി. അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്തത് റെന ഫാത്തിമ 2K കിഡ്. ആ 2K കിഡ് സ്റ്റോക്കിംഗ് ഉണ്ടായതുകൊണ്ട് അത് 2K കിഡ് എന്നുള്ള രീതിയിൽ. പിന്നെ അനു വന്നിട്ട് പറയുന്നത് നവീനെയാണ് ഇഷ്ടം. നവീൻ അവിടെ ഫണ്ണിയാണ്. അനു നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നവീനെ സെലക്ട് പറയുന്നത്. നവീൻ അവിടെ ഫണ്ണായിട്ട് നവീൻ ചെയ്യുന്നുണ്ട്. നവീൻ്റെ കളികൾ ഇതൊക്കെ ഒരു ഫൺ ഇത് തരുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടനായിട്ട് പറയുന്നു. അതുപോലെ ഇഷ്ടമില്ലാത്തത് അക്ബറാണ്. അക്ബർ പാഷാണത്തിൽ കൃമിയാണ്. കാരണം അക്ബർ അതിനു മുമ്പ് ഷാനവാസുമായിട്ടുള്ള ഒരു ഇഷ്യൂ അനുവായിട്ടുണ്ടായപ്പോൾ അതിനെ എന്താ ഏതാണെന്ന് കേൾക്കാതെ തന്നെ കയറി ഇടപെട്ടു. പിന്നെ രേണുവിനെ പറഞ്ഞത് അനു ശ്രദ്ധിച്ചിട്ടുണ്ട്. രേണുവിനെ അക്ബർ എന്ന് പറയുമ്പോൾ അനു മുഖം തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാവാം അക്ബറിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പിന്നെ ജസീൽ വന്നിട്ട് പറയുന്നു ആര്യനാണ് ഇഷ്ടം. ആര്യൻ കൺമണിയാണ്. അവരൊരേ വൈബാണ്. ആര്യൻ ജഡ്ജ് ചെയ്യുന്നില്ല, അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അപ്പാനിക്ക് അവരെ ഇഷ്ടമില്ല. അതുകൊണ്ട് അവർക്ക് അപ്പാനിയെ ഇഷ്ടമില്ല. അയാളൊരു റൗഡിയാണെന്നുള്ള രീതിയിൽ പറയുന്നു അപ്പാനി ശരത്ത്. പിന്നെ ആദില നൂറ വന്നിട്ട് പറയുന്നത് ശരത്തിനെയാണ് ഇഷ്ടം. അണറക്കണ്ണനാണെന്നുള്ള രീതിയിൽ അവിടെ ഇവിടെയെല്ലാം ഉണ്ട്. പിന്നെ അനീഷിനെ ഇഷ്ടമില്ല. അനീഷ് മിസ്റ്റർ അപ്പി എന്നുള്ള രീതിയിൽ. അതും അക്ബർ പറഞ്ഞ സെപ്റ്റിക് ടാങ്ക് തമ്മിൽ ഒരേ ഇത് തന്നെയാണ്, ഒരേ കമൻറ്റ് തന്നെയാണ്. അപ്പോൾ ആദില നൂറ എല്ലാവരും പെറ്റായതുകൊണ്ട് ആർക്കും അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അത് പ്രശ്നം തന്നെയാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഒരു മനുഷ്യരെ അങ്ങനെ ഒരു വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. നെഗറ്റീവ് പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയാൻ തന്നെ പാടില്ല. അതുപോലെ തന്നെ അനീഷിന് ഇഷ്ടം റെനേനെയാണ്. റെന ഒരു പൂവാന്ന് പറയുന്നു. പിന്നെ അനുമോളെ ഇഷ്ടമല്ല. കാരണം അനുമോൾ ചതിയെത്തി. കഴിഞ്ഞ ദിവസം അവിടെ ഒരു സ്ത്രീയാണ് അനുമോൾ. അപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് ഒരു സ്ത്രീക്കെതിരായി വന്ന അവരുടെ അടിവസ്ത്രത്തെപ്പറ്റി സംസാരമുണ്ട്. അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഒരു സ്ത്രീയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ല എന്ന് സെലക്ട് ചെയ്ത അനീഷും ഇഷ്ടപ്പെട്ട ആയിട്ട് സെലക്ട് ചെയ്തത്
ആദില നൂറയും അനുമോളുമാണ്. അനീഷ് മുള്ളൻ പന്നി എന്നുള്ള പേര് സ്വയം സെലക്ട് ചെയ്യുന്നു. അത് മതി എന്ന് പറയുന്നു ബിഗ് ബോസിനോട്. അതുപോലെ തന്നെ അനുമോള് പറയുന്നു പാവക്കുട്ടി എന്നുള്ള പേര് മതി. ആദില നൂറയ്ക്ക് പൂമ്പാറ്റകൾ എന്നുള്ള പേരാണ് ഇഷ്ടമായത്. അതിനുശേഷം രേണു സ്വയം പറയുന്നുണ്ട്, എന്നെ അവൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വെച്ചാൽ എന്നെ ഇതുവരെ ഒരു മനുഷ്യരെ വിളിച്ച്, ഞാനൊരു അമ്മയാണ്, ഒരു സ്ത്രീയാണ്, എന്നെ ഇങ്ങനെ ഒരു മനുഷ്യരും ഇങ്ങനെ വിളിച്ചിട്ടില്ല, ഇങ്ങനെ പറയുന്നത് അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് രേണുവിന് ഗുണമായിട്ട് ഭവിക്കുകയും ചെയ്യും, അക്ബറിന് അത് ദോഷമായി നെഗറ്റീവ് ആവുകയും ചെയ്യും. അത് ലാലേട്ടൻ വന്നിട്ട് അക്ബറിനോട് രേണു ശരിക്കും വേറെ ഗെയിമൊന്നും രേണുവിൻ്റെ ഇതുവരെയും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള ഇവരായിട്ട് ഇട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ രേണുവിനുള്ളൂ. പക്ഷേ അത് രേണുവിനെ എന്തിനാണ് അവരിങ്ങനെ പുറകെ നടന്ന് നടക്കുന്നതെന്ന് രേണുവിൻ്റെ ഗെയിമൊന്നും ഇല്ല ശരിക്കും. അത് മനസ്സിലാക്കി നിന്നാൽ രേണുവിനെ വേഗം തന്നെ ഔട്ടാക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് രേണു. കാരണം രേണുവിന് ഗെയിമൊന്നുമില്ല. ഗെയിം പെർസ്പെക്റ്റീവിൽ രേണു എത്രയും പെട്ടെന്ന് ഔട്ടാവാൻ സാധ്യതയുണ്ട് ഇവർ പുറകെ നടക്കാതിരുന്നാൽ. ഈ അനാവശ്യമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് കൂടി രേണുവോടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നവീനും നവീനും അനുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നമ്മളിനി ബെസ്റ്റ് ഫ്രണ്ട്, നീ ആയിരിക്കും പുറത്തുനിന്ന് ഇറങ്ങിയാലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. നവീന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നവീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പം നീ ആയിരിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഷാരിഖ് അക്ബർ ഒക്കെ കൂടിയിട്ട് ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട് രാത്രിയിൽ. നമുക്ക് അവരെ അങ്ങനെ ചെയ്യണം, ഷാനവാസിനെ മരുന്ന് കഴിച്ചാൽ ഉറങ്ങും, അപ്പോൾ അപ്പോൾ അവരെ ഇത് ചെയ്യണം എന്നൊക്കെ അപ്പം ഷാനവാസ് ആ ഭാഗത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. ബിൻസിക്കൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസ് വരുന്നു. അവർ തമ്മിലിട്ട് ഷാനവാസും അക്ബറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സീരിയല്, സിനിമ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇത് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ക്യാരക്ടർ ഇതാണ് പിടിക്കുന്നത്, നിങ്ങൾ ശരിയാവുന്നില്ല. ഈ ൻ്റെ സംസാരം കുറേ ശ്രദ്ധിക്കാനുണ്ട്. അക്ബറിൻ്റെ സംസാരം അങ്ങോട്ട് ശരിക്കും ഇഷ്ടപ്പെടുന്നില്ല. ഒരുമാതിരി അനാവശ്യ സംസാരമാണ്. വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുക. അക്ബർ ആവശ്യമില്ലാത്ത വാക്ക് ഇപ്പോൾ റീനുവിനെ പറഞ്ഞത്. അതേപോലെ തന്നെ സീരിയൽ എന്നുള്ള രീതിയിൽ അയാളെ ഷാനവാസിനെ സീരിയൽ ആക്ടിങ് എന്നുള്ള രീതിയിൽ അത് ആ സീരിയൽ ആക്ടേഴ്സിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. സീരിയൽ ഫീൽഡിലുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. അവരെ ഒരു കൊച്ചാക്കി സംസാരിക്കുന്ന പോലെ തന്നെയാണ് അക്ബറിൻ്റെ വായിൽ നിന്ന് വരുന്നത്. മറ്റുള്ളവരെ അങ്ങ് പുച്ഛിച്ച് കൊച്ചാക്കി സംസാരിക്കുന്ന ഒരു രീതിയാണ് അക്ബറിനുള്ളത്. അത് ശരിക്കും ഒരു ബോറാവുന്നുണ്ട്. അക്ബറിന് അത് നെഗറ്റീവ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നീട് അക്ബറും അബിയൊക്കെ കൂടെ രാത്രിയിലെ ഗെയിമിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. രാത്രി ഷാനവാസോ ആരെങ്കിലും വിൻസീനെയും ഇവരെയൊക്കെ പിടിച്ചാൽ ജസീൽ ഉറങ്ങിയില്ല, അപ്പോൾ അവളെ പഠിക്കാൻ പാടാണെന്നൊക്കെ രാത്രി ടോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ രേണു നോറയോട് സംസാരിക്കുകയാണ്. നോറ, എനിക്ക് ഭയങ്കര ചമ്മലായിപ്പോയി, എനിക്ക് വിഷമമായിപ്പോയി അവരങ്ങനെ പറഞ്ഞത്. ഞാനൊരു അമ്മയാണ്, ഞാനൊരു വിധവയാണ്, ഞാനൊരു സ്ത്രീയാണ്, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ്, അങ്ങനെ തന്നെ ഞാൻ പറയും. അങ്ങനെയാണ് അക്ബർ സംസാരിച്ചത്. അങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. ശരിക്കും അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അക്ബർ സംസാരിച്ചത് വളരെ മോശമായിപ്പോയി. അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അതേപോലെ പിന്നെ വീക്ക്ലി ടാസ്ക്കാണ്. വീക്ക്ലി ടാസ്കിൽ കോയിൻ കളക്ട് ചെയ്യുന്നതാണ്. ഗോൾഡ് കോയിനുണ്ട്, ബ്ലാക്ക് കോയിനുണ്ട്, റെഡ് കോയിനുണ്ട്. ഗോൾഡ് കോയിൻ കിട്ടുന്നവർക്ക് സൂപ്പർ പവറും ഉണ്ട്. പിന്നെ ബ്ലാക്ക് കോയിൻ കിട്ടിയാൽ പണിയും കിട്ടും. അതാണ് ഇത് കിട്ടുന്നത് വീക്ക്ലി ടാസ്കിൽ. അതിൽ ബ്ലാക്കിൽ പിന്നെ ബസർ ടു ബസറാണ്. ബസർ അടിക്കുന്ന സമയത്ത് ഓടിപ്പോയി എടുക്കുക. ബസർ അടിക്കുമ്പോഴത്തേക്കിനും അത് തിരിച്ചു വരിക. അതിൽ ബ്ലാക്ക് കിട്ടിയ ആദ്യം അവിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബിനീഷ് റെഡ് ബിന്നിക്ക് ആര്യൻ, ജസീൽ, അക്ബറിനൊക്കെ കിട്ടുന്നു. അക്ബറിനൊരു ഗോൾഡ് കോയിനും കിട്ടുന്നുണ്ട്. പിന്നീട് സെക്കൻഡ് റൗണ്ടിൽ ഈ കോയിനൊന്നും കിട്ടാത്തവർ വീണ്ടും കോമ്പറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോയിൻ കിട്ടാത്തവർ ആണ് ചെയ്യുക. അപ്പോൾ അതിൽ വീണ്ടും അനീഷിന് ബ്ലാക്ക് കിട്ടുന്നുണ്ട്, ഷാനവാസിന് റെഡ്, ഗോൾഡ് അക്ബറിൻ്റെ കയ്യിൽ തന്നെ. അപ്പോൾ ഈ ഗോൾഡ് കിട്ടിയ അക്ബറിന് ഒരു സൂപ്പർ പവറുണ്ട്. അപ്പോൾ ആ പവർ നെക്സ്റ്റ് ടൈം അതേപോലെ തന്നെ നെക്സ്റ്റ് റൗണ്ടിൽ അക്ബറിന് ഒരാളെ കൂടെ കൂട്ടാം. അത് കൂട്ടുന്നത് അക്ബർ സെലക്ട് ചെയ്യുന്നത് ആര്യനെയാണ്. ആര്യൻ നന്നായിട്ട് കോമ്പറ്റ് ചെയ്യുന്നുണ്ട്, സ്പീഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആര്യനെ വിളിക്കുന്നു. അപ്പോൾ ആര്യനുമായിട്ട് ഒന്നുകൂടെ കോമ്പറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഇവർക്ക് പണിഷ്മെൻറ്റ് ടാസ്ക് കിട്ടുന്നുണ്ട്, ബ്ലാക്ക് കിട്ടിയവർക്ക്. അത് അനീഷ്, അബി, റെനയ്ക്കാണ് കിട്ടുന്നത്. അതിൽ അനീഷ് തന്നെ പറയുന്നുണ്ട്, അനീഷ് കണ്ണ് കെട്ടും, പിന്നെ റെന വായ മൂടി കെട്ടും,
അബീനെ അവര് ഒരു മറ്റേ ഉന്തുവണ്ടി കൊണ്ടുവന്നിട്ട് അതിലിരുത്തിയിട്ട് അത് ഓടിച്ചോണ്ട് നടക്കണം. അത് ഒരു 3 മണിക്കൂറോളം അവര് ഓടിക്കുന്നുണ്ട്. എന്തായാലും അക്ബർ ഇത് ടാസ്ക് അവര് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയില് കുറെ കോമഡിയുമുണ്ട്. പിന്നെ നവീൻ വന്നിട്ട് ക്യാമറയിൽ വന്ന് പറയുന്നുണ്ട് ഞാൻ ആം, ബാൻഡ് അടിച്ച് മാറ്റുക. നവീൻ ബാൻഡ് അടിച്ച് മാറ്റിയ കഥ വന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നവീൻ അതിൻ്റെ ഇടയില് ഈ അക്ബറിനെ ഇവരെല്ലാവരുടെ ഇടയിലും ഒന്നും അറിയാത്ത പോലെ ഗെയിം പറ്റിക്കുന്നുണ്ട്. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവർ കോയിൻസൊക്കെ ഗോൾഡ് കോയിനൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട് നവീന്. പിന്നെ എന്നിട്ട് അതേപോലെ തന്നെ ഈ ബാൻഡ് ബോയ് നവീൻ ആര്യൻ്റെ അടുത്ത് വന്നിട്ട് നവീൻ "ആണോടാ, പോയോടാ, നിനക്കെന്നെ സംശയമുണ്ടോ? എടാ നീ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ പറയും ഞാൻ എടുത്തിട്ടുണ്ട്" എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നവീൻ ആര്യനോട് പറയുന്നുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നും അറിയാത്ത പോലെ നിഷ്കളങ്കനായിട്ട് നിന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ നവീൻ ആര്യനെ. നവീൻ "എടാ നിനക്കെന്നെ സംശയമുണ്ടോ? ഞാനെടുത്ത് നീ വിചാരിക്കുന്നുണ്ടോ? ഒന്ന് പോ നവീൻ" എന്നൊക്കെ പറഞ്ഞ് നവീനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. കാരണം അതായത് ആര്യന് ഒരു സംശയവുമില്ല നവീൻ എടുത്തതായിട്ട്. നവീൻ പക്ഷെ നല്ല കളി അവിടെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉം, അനീഷും രേ ആ, അനീഷ്, റേനെ, അബി അവിടെ ഇരിക്കുകയാണ്. ഇപ്പോഴും അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അനീഷ് കുറേ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഷാനവാസ് വന്നിട്ടുണ്ട്. "ക്യാപ്റ്റൻ ക്യാപ്റ്റൻ" എന്ത് ക്യാപ്റ്റൻ, ഞാനിപ്പോൾ ക്യാപ്റ്റൻ എന്ത് ഒരു ഇതുമില്ല, ദേ ഇപ്പം കണ്ടില്ലേ പനിഷ്മെൻറ്റ് കിട്ടിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് കുറേ കോമഡിയൊക്കെ ആവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അക്ബർ വന്നിട്ട് ക്യാ രേണുവിനോട് പറഞ്ഞതിനെ പറ്റി വന്ന് സോറി പറയുന്നുണ്ട്. ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. അവർ വിധവകളെ പ്രതിനിധീകരിച്ചാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്നുമില്ല അവരങ്ങനെ വന്നതെന്ന്. പക്ഷേ അക്ബറിന് നല്ല പേടിയുണ്ട് പണി കിട്ടുമെന്ന്. അപ്പോൾ അക്ബർ വന്ന് ഞാൻ അവരോട് ക്ഷമ പറയാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും ടാസ്ക് ഉണ്ട്. അപ്പോൾ അത് കോയിൻ ഉള്ളവർ ആണ് വീണ്ടും മത്സരിക്കുന്നത്. അപ്പം അതിൽ ആര്യൻ്റെ അബി ഇവന് പകരം വരുന്ന അതായത് അക്ബറിന് പകരം വരുന്നത് ആര്യനാണ്. ആര്യൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡ് കോയിൻ താഴെ പോകുന്നുണ്ട്. ആ ഗോൾഡ് കോയിൻ ഷാനവാസിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നേരെ തിരിഞ്ഞു. ബ്ലാക്ക് കിട്ടിയവരൊക്കെ മാറി. അപ്പൊ അവരുടെ പണിഷ്മെന്റ് ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ടാസ്ക് കഴിഞ്ഞപ്പോൾ അടുത്ത ബ്ലാക്ക് കിട്ടിയത് അക്ബർ, അനീഷ്, ഷാനവാസിനാണ്. അപ്പൊ അവരാണ് പിന്നെ അനീഷിൻ്റെയിൽ 2 ബ്ലാക്ക് ഉണ്ട്. അതിലൊരു ബ്ലാക്ക് ആര്യന് കൊടുക്കുന്നുണ്ട്. ഒരാൾക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് കൊടുക്കുന്നത് ആര്യനാ. ആര്യന് പണി കൊടുക്കുന്നതാണ്. ആര്യൻ അവിടെ ആനയെപ്പോലെ മുട്ടുകുത്തി നടക്കുക. എന്നിട്ട് അനീഷ് തന്നെ പറയുന്നുണ്ട് ഇവർ 2 മല്ലന്മാരും കൂടെ എന്നെ ഉന്തിക്കൊണ്ട് നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് വായ മൂടിക്കെട്ടുന്നു. അക്ബർ കണ്ണും മൂടിക്കെട്ടുന്നു. ആര്യൻ ആനയായിട്ട് നടക്കുന്നു. ഈ അനീഷിനെ തള്ളിക്കൊണ്ട് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അനീഷിനെ തള്ളി താഴെയൊക്കെ ഇടുന്നൊക്കെയുണ്ട്. അനീഷ് അവിടെ നിന്നിട്ട് ബിഗ് ബോസ് ഇത് ഫൗൾ പ്ലേ ആണ്, ഫൗൾ പ്ലേ ആണ്. ഇവരെങ്ങനെ ചെയ്യുന്നില്ല, ആന എവിടെ, ആന മര്യാദയ്ക്ക് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യന് ഞാൻ നല്ല പണി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഇവർ തള്ളിയിടുന്നൊക്കെ അതൊക്കെ അബദ്ധത്തിൽ പറ്റുന്നതാണെന്ന് പറയുന്നു. അറിഞ്ഞുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അവർ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് അക്ബറും ആര്യനും കൺഫെഷൻ റൂമിലേക്ക് വരുന്നുണ്ട്. ബിഗ് ബോസ് വിളിച്ചിട്ട് അക്ബർ നേരെ നോമിനേഷനിലേക്ക് വരികയാണ്. അക്ബറിൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡ് കോയിൻ നഷ്ടപ്പെട്ടത് കൊണ്ട് ആര്യൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് കൊണ്ട് അക്ബറിൻ്റെ സൂപ്പർ പവർ പോയിട്ട് നേരെ നോമിനേറ്റഡ് ആവുകയാണ്. അതെന്തായാലും നന്നായി. നോമിനേഷനിൽ വരുന്നത് നല്ലതാണ്. അക്ബർ നോമിനേറ്റഡ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പണിഷ്മെൻറ്റ് ടാസ്ക് എല്ലാം ചെയ്തിട്ട് അനീഷിന് ഇംഗ്ലീഷ് ഭാഷ പറയാൻ പാടില്ല. മലയാളം മാത്രമേ പറയാൻ പാടുള്ളൂ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അനീഷ് മാത്രമേ അവിടെ ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് പറയൂ. അതായത് അനീഷ് മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളൂ. ബാക്കി ആരും തന്നെ ഇംഗ്ലീഷ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ശരത്തും അനുവും വീണ്ടും സംസാരിക്കുന്നുണ്ട്. നീ ഗ്രൂപ്പിസത്തെ പറ്റിയൊക്കെ പറയുന്നു. നിങ്ങൾ ഗ്രൂപ്പ് കളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ശരത്തിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ശരത്ത് ഭയങ്കര അഗ്രസീവ് ആവുന്നുണ്ട്. പിന്നെ കേൾക്കാനൊരു ഇത് കാണിക്കുന്നില്ല. ആരെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കാനോ കേൾക്കാനുള്ള ഒരു ഇത് ശരത്ത് കാണിക്കുന്നില്ല. കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ചാൽ ശരത്തിന് നല്ലതായിരിക്കും. പിന്നെ പണിഷ്മെൻറ്റ് ബിഗ് ബോസ് അവസാനിപ്പിച്ചു രാത്രിയിൽ. ഇനി നിങ്ങൾ നാളെ വീണ്ടും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഗോൾഡ് കോയിനും വീണ്ടും മിസ്സിങ് ആവുന്നുണ്ട്. അത് നവീൻ അവിടെ നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. നവീനാണ് അടിച്ചു മാറ്റിയത് ഗോൾഡ് കോയിന് അക്ബറിൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് അവരത് ആര്യന് ഒരു ഐഡിയ ഇല്ലാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നവീൻ പുറകെ ചെന്നിട്ട് എന്തൊക്കെയോ ഇവരുടെ ഇടയിൽ നിന്ന് കളിക്കുന്നുണ്ട്. അക്ബറിൻ്റെ കയ്യിൽ നിന്ന് ഒരു റെഡ് കോയിൻ വാങ്ങിച്ചിട്ട് ആര്യന് കൊണ്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അക്ബർ എടാ നീ എനിക്ക് എന്നിട്ട് നവീൻ കയ്യിലുള്ള ഗോൾഡ് കോയിൻ തിരിച്ച് അക്ബറിന് കൊടുക്കും. പറയും ഞാൻ നിനക്ക് തന്നിട്ടാട്ടോ നീ തന്നത്. അപ്പോൾ നവീൻ പറഞ്ഞു അതെൻ്റെ ഗെയിമാണ്. അല്ലെങ്കിൽ ഞാൻ വെറും ഊള ഗെയിമറാന്ന് പറയുന്നത്. കുറച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. നവീൻ അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. ആ ഗെയിം എത്രമാത്രം വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല. നിന്ന് കളിക്കുന്നുണ്ട്. ഫണ്ണും ഉണ്ട്. രസമുണ്ട്. പിന്നെ അനീഷ് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് അക്ബറും ശരത്തും നവീനും ഒക്കെ രാത്രിയിലെ ഗെയിം പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. എന്താവുമോ എന്തോ. പിന്നെ ലിവിംഗ് ഏരിയ അനീഷും ഈ ആരി ഇവരെല്ലാവരും തമ്മിൽ ഈ കോയിൻ്റെ പേരിൽ സംസാരം ഉണ്ടാകുന്നുണ്ട്. ആര് വിചാരിച്ചിരിക്കുന്നത് കോയിൻ അടിച്ചു മാറ്റിയത് മൊത്തം അനീഷാണെന്നാണ്. എന്നിട്ട് അനീഷ് പറയുന്നത് നീ സൂക്ഷിക്കാഞ്ഞിട്ടാണ് നിൻ്റെ കയ്യിൽ നിന്ന് പോയത്, നിനക്ക് അതിനുള്ള കഴിവില്ലായിരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടാകുന്നുണ്ട്. അപ്പോൾ ആര് നേരെ ചെന്നിട്ട് അനീഷിൻ്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് അതെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിൻ്റെ വായിൽ നിന്ന് തെറി വീഴുന്നുണ്ട്. വീപ്പാണ്. പിന്നെ അതേപോലെ അനീഷ് നീ എന്തിനാണ് എൻ്റെ ബിഗ് ബോസ് അനീഷ ബിഗ് ബോസ് പെർമിഷൻ ഇല്ലാതെ എൻ്റെ ദേഹത്ത് തൊട്ട് നീ ഫിസിക്കൽ അസൾട്ട് എന്നൊക്കെ പറയാൻ വരുന്നുണ്ട്. അതൊക്കെ എന്താവുമെന്ന് അറിയത്തില്ല. എൻ്റെ ദേഹത്ത് തൊട്ടു എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. അതിനുശേഷം ആ ആ അനീഷ് വെളിയിലിറങ്ങിയിട്ട് ബിഗ് ബോസ് എനിക്കിവിടെ ആരോടും സൗഹൃദവും ബോണ്ടും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ആരോടും വേണ്ട. എനിക്ക് ഒറ്റയ്ക്ക് കളിച്ചാൽ മതി. എനിക്ക് ഒറ്റപ്പെട്ടാൽ മതി ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ അനീഷ് വെളിയിൽ പറഞ്ഞ് നടക്കുന്നൊക്കെയുണ്ട്. ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട്. അനീഷ ഒരു രീതിയിൽ ഇവരുമായിട്ടൊന്നും കൂടത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. ഇനി പിന്നെ വരുന്നത് ഇവരുടെ ഗെയിം പ്ലാനിങ് ആണ്. അതായത് രാത്രിയിൽ ആരെങ്കിലും ഒരാളെ പൊക്കിയെടുത്തുകൊണ്ട് അകത്ത് കയറ്റണമെന്നും ഗെയിം പൊളിക്കണമെന്നൊക്കെ താല്പര്യമുണ്ട്. ഒരാളെ പുറത്താക്കണമെന്ന് അവരതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ഇവരെല്ലാം ഉണരുന്നുണ്ട്. അതായത് ജസീലായാലും അതിൻ്റെ ഇടയിൽ ഷാനവാസ് ഇവരുടെ ഇടയിൽ ഇരിക്കാതെ നേരെ ഇവിടെ പോയി മാറിയിരിക്കുകയും അവരോട് തമാശ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും ഈ ബിൻസിക്കും ശൈത്യയ്ക്കും ഒന്നും പിടിക്കുന്നില്ല. ജസീൽ ഇവരെല്ലാം ഉറങ്ങുന്നുണ്ട്. ഇവരെ ഉണർത്താൻ ഇവരെല്ലാം പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ഉണരുന്നുണ്ട്. അതൊക്കെ പാളിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒനിൽ വന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട് നീ നിൻ്റെ ഗെയിം കളിക്കുക. നീ അപ്പാനിയുടെ അടിമയാവരുത്. അപ്പാനിയുടെ പ്ലാനാണ് നടക്കുന്നത്. അത് അക്ബർ നിന്നോട് പറയും. നീ അക്ബറിന് വേണ്ടിയിട്ട് കളിക്കുന്നു എന്നുള്ള രീതിയിൽ വന്ന് പറയുന്ന ഒനിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഒനിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കേൾക്കുന്നത് തന്നെ. വേറെ ഒനിലിനെ അവിടെ അനിലിൻ്റെ ഒന്നും തന്നെ കേൾക്കുന്നില്ല. അപ്പം ഇതൊക്കെയാണ് എപ്പിസോഡ് 4 നടന്നത്. ഡേ 3 നടന്ന കാര്യങ്ങൾ. അപ്പം അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും ബായ്. ടാറ്റാ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.